നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് LPG ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടിയന്തര നിർദ്ദേശങ്ങളും മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വ്യവസായങ്ങൾ, ശ്മശാനങ്ങൾ അടക്കമുള്ള ഉപഭോക്താക്കൾക്കാണ് നിലവിൽ നിയന്ത്രണം. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ വാണിജ്യ ഉപഭോക്താക്കൾക്കും ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തും. ഗ്യാസ് ബുക്കിംഗ് ഇടവേള 21 നിന്ന് 25 ദിവസമാക്കി ഉയർത്തി. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുന്നതിനാണ് ഈ നടപടി. എന്നാൽ ആശുപത്രി, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് അവശ്യ പൊതുസേവനങ്ങൾ എന്നിവയെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. രാജ്യത്ത് LPG സിലിണ്ടർ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ഗാർഹിക LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ തുടങ്ങിയ മെട്രോ നഗരങ്ങളിലെ ഹോട്ടലുകളിൽ LPG സിലിണ്ടറുകളുടെ കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നതായി ഹോട്ടൽ ഉടമകളുടെ സംഘടനകൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഓർഡർ നൽകിയ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സിലിണ്ടറുകൾ എത്തുന്നില്ല എന്നാണ് പരാതി. ബാംഗ്ലൂരിലെയും മുംബൈയിലെയും പ്രമുഖ റെസ്റ്റോറന്റുകൾ പാചകവാതകമില്ലാത്തതിനാൽ പ്രവർത്തനം തടസ്സപ്പെടുന്ന അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം രാജ്യത്ത് LPG ക്ഷാമമില്ലെന്നും വിതരണം സുഗമമാണെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യയുടെ ഇന്ധന സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ കരുതൽ ശേഖരമുണ്ട്. പ്രാദേശികമായ വിതരണ പ്രശ്നങ്ങൾ മാത്രമാണിത് എന്നുമാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഭാര്യ ഉന്നയിച്ച വിവാദ ആരോപണങ്ങളിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ രാജിവെക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിയാലോചിച്ചതിനു ശേഷമാണ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തിയത്. വിഷയം ഗണേഷ് കുമാർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിശദീകരിച്ചുവെന്നാണ് വിവരം. മന്ത്രിസഭാ യോഗത്തിനു ശേഷമായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. വിഷയം രാഷ്ട്രീയമല്ല, കുടുംബ പ്രശ്നമാണെന്നും ഭാര്യയ്ക്ക് പരാതിയില്ലെന്നും ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. അതേസമയം ആരോപണവുമായി ബന്ധപ്പെട്ട വിവാദം ഒത്തുതീർപ്പിലേക്ക് എത്തിയിരുന്നു. ഗണേഷ് കുമാർ തന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞതായും സംഭവത്തിൽ താൻ പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്നും മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി മറ്റ് ചർച്ചകളുടെ ആവശ്യമില്ലെന്നുമായിരുന്നു ഭാര്യ ബിന്ദു മേനോൻ പ്രതികരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുക 10,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ. കേരളത്തിൽ NDAയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക ഉദ്ഘാടനം മോദി നാളെ കുറിക്കും. NDAയുടെ ശക്തി പ്രകടനം പോലെ 10,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന റാലിയും നടക്കും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിലെ പോളിപ്രൊപ്പിലീൻ യൂണിറ്റിന് പ്രധാനമന്ത്രി തറക്കല്ലിടും. 5,500 കോടി രൂപയിലധികം നിക്ഷേപം വരുന്ന ഈ പദ്ധതിയുടെ പ്രതിവർഷ ഉൽപാദന ശേഷി 400 കിലോ ടണ്ണാണ്. 2 പ്രധാന ദേശീയപാത പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 2,650 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിച്ച ദേശീയപാത 66-ലെ തലപ്പാടി ചെങ്കള വിഭാഗത്തിന്റെ 6-വരി പാതയാണ് ഇതിൽ ആദ്യത്തേത്. ഏകദേശം 2,140 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വെങ്ങള മുതൽ രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിന്റെ 6-വരി പാതയാണ് രണ്ടാമത്തെ പദ്ധതി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം കേരളത്തിൽ നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി എന്നീ 3 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽപാത വൈദ്യുതവൽക്കരണ പദ്ധതി പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. കൊല്ലം ജില്ലയിലെ വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ പൊള്ളലേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ കേസെടുത്ത പോലീസ്. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് കോഴിക്കോടെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തു. മരിച്ച കോഴിക്കോട് വെസ്റ്റിൽ സ്വദേശി TK വിജിഷയുടെ സംസ്കാരം ബുധനാഴ്ചയാണ്. അടുത്തടുത്ത അടുപ്പുകൾ കൂട്ടിയതാണ് പൊള്ളലേൽക്കാൻ കാരണമെന്നാണ് മരിച്ച വിജിഷയുടെ കുടുംബത്തിന്റെ ആരോപണം. വിജിഷയും വിജിഷയോടൊപ്പം പൊങ്കാലയ്ക്ക് പോയ മറ്റുള്ളവരും ഇക്കാര്യം പോലീസിന്റെയും സംഘാടകരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നിയന്ത്രണവും ഉണ്ടായില്ല. വലിയ അനാസ്ഥയാണ് ഉണ്ടായതെന്നും വിജിഷയുടെ ഭർത്താവ് ദിനേശ് കുമാർ പറഞ്ഞു. കണ്ണൂർ മുഴുപ്പിലങ്ങാട് കുറുമ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലശം വരവിനിടെ സംഘർഷം. BJP പ്രവർത്തകരുടെ കലശം വരവ് CPM പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമായത്. സംഘർഷത്തിനിടെയുണ്ടായ കല്ലേറിലും തിക്കിലും തിരക്കിലും പെട്ട് 10ഓളം പേർക്ക് പരിക്കേറ്റു. പോലീസ് ലാത്തി വീശിയാണ് BJP CPM പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. ഇന്നലെ അർദ്ധരാത്രി 12ഓടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വന്ന കലശം വരവ് ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിൽ വെച്ച് CPM പ്രവർത്തകർ തടയുകയായിരുന്നു. പുലർച്ചെ 3:30 വരെ കലശം തടഞ്ഞുവെച്ചു. തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിൽ കല്ലേറും നടന്നു. ഇതിനിടെ സംഘർഷത്തിൽ പോലീസ് ഇടപെടുകയും ലാത്തി വീശുകയും ചെയ്തു. 2020 ലോക കിരീടം നേടിയ ഇന്ത്യൻ ടീമിനുള്ള സമ്മാനത്തുക പ്രഖ്യാപിച്ച് BCCI 131 കോടി രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചത്. 2024 T20 ലോകകപ്പ് വിജയിച്ച രോഹിത് ശർമ്മയുടെ സംഘത്തിന് ലഭിച്ചതിനേക്കാൾ കൂടുതലാണിത്. അന്ന് 125 കോടി രൂപയാണ് സമ്മാനത്തുകയായി നൽകിയിരുന്നത്. അതേസമയം ജേതാക്കൾക്ക് ICC നൽകുന്ന സമ്മാനത്തുകയേക്കാൾ 5 ഇരട്ടി വരും ഇത്. $3 മില്യൺ, അതായത് ഏകദേശം 27.48 കോടി രൂപയാണ് സമ്മാനത്തുകയായി ഇന്ത്യക്ക് ലഭിച്ചത്. രണ്ടാം സ്ഥാനക്കാരായ ന്യൂസിലൻഡ് ടീമിന് $1.6 മില്യൺ, അതായത് ഏകദേശം
ഏകദേശം 14.65 കോടി രൂപയാണ് സമ്മാനത്തുകയായി ലഭിച്ചത്. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റിലെ മികച്ച സ്പോൺസർഷിപ്പ് വരുമാനമാണ് സമ്മാനത്തുക ഇത്രയധികം ഉയരാൻ കാരണമായത്. സെമിയിൽ പുറത്തായ ഇംഗ്ലണ്ടിനും ദക്ഷിണാഫ്രിക്കയ്ക്കും $7,90,000, അതായത് ഏകദേശം 7.24 കോടി രൂപ സമ്മാനത്തുകയായി ലഭിച്ചു. സൂപ്പർ 8-ലെത്തിയ ടീമുകൾക്ക് $3,80,000, അതായത് ഏകദേശം 3.48 കോടി രൂപ സമ്മാനത്തുകയായി നൽകി. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയെന്ന ആരോപണത്തിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ ആശ്വാസം. സ്വകാര്യതാ ലംഘനം ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്പാർക്കിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങൾ കൈമാറി എന്നതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. സർക്കാർ ജീവനക്കാരുടെ ഫോണിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് DA സന്ദേശം അയച്ചതിൽ നിയമവിരുദ്ധതയില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ക്ഷേമ രാഷ്ട്രീയത്തിൽ നല്ല ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി സന്ദേശങ്ങൾ അയക്കാം. DA സ്വകാര്യതയുടെ ലംഘനമല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.